നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരാജയഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. NDA സ്ഥാനാർത്ഥികളെയും അണികളെയും സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. എലപ്പുള്ളിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം ആവർത്തിച്ചാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്നും പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ. കുതിരാൻ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഒറ്റയാൻ ഇറങ്ങിയത് രാമൻചിറ ഭാഗത്ത്. ആനയെ തുരുത്തിയത് നാട്ടുകാർ ചേർന്ന്. കേരള കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഒരാൺകുട്ടി ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. പിറവം സ്വദേശിയായ 11-കാരന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച ഡാനിയൽ എൽദോ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരാക്കിയ കുടുംബത്തിലെ അംഗം. വാർത്തകൾ വിശദമായി. പരാജയഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. CPMന്റെ വ്യാജ പ്രചരണങ്ങൾ വിലപ്പോകില്ലെന്നും പാലക്കാട് നഗരസഭയിൽ BJP ഭരണം നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് BJP അനുകൂല വോട്ടുകൾ ഇല്ലാതാക്കാനും CPM ശ്രമിക്കുന്നുണ്ടെന്ന് C. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് 21-ൽ BJP സ്ഥാനാർത്ഥി സവിതയെ ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിൽ പലയിടത്തും ഭീഷണിയുണ്ട്. NDA സ്ഥാനാർത്ഥികളെയും അണികളെയും സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. ഹിയറിംഗ് നോട്ടീസ് പോലും നൽകാതെയാണ് BJP അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റുന്നത്. CPM അജണ്ട നടപ്പാക്കലല്ല BLOമാരുടെ ജോലിയെന്ന് തിരിച്ചറിയണം. ഏതുതരം കുപ്രചരണത്തെയും BJP അതിജീവിക്കുമെന്നും 30-ലധികം സീറ്റ് നേടി നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. CPM വ്യാപകമായിട്ട് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്താനും അവരെ മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങാനുമുള്ള വളരെ സമ്മർദ്ദം പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വ്യാപകമായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. 45 സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്. മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം പല ഭാഗത്തും അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്ത സ്ഥിതിയാണ്. അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വീണ്ടും അനിൽ അക്കരെ. ആടാട്ട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ അനിൽ അക്കരെ സ്ഥാനാർത്ഥിയാകും. UDFന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തീരുമാനം ഉപേക്ഷിച്ചാണ് മുൻ MLA തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കുതിരാൻ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കിഴക്കേ രാമൻചിറയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഒറ്റയാനെ തുരത്തുന്നതിനായി വയനാട്ടിൽ നിന്നെത്തിച്ച 2 കുങ്കിയാനകൾ സ്ഥലത്തുണ്ടെങ്കിലും ദൗത്യം പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അനുയോജ്യമായ സ്ഥലത്ത് ഒറ്റയാനെ കിട്ടാത്തതാണ് പ്രതിസന്ധി. ഇന്നലെ രാത്രി ജനവാസ മേഖലയിലെത്തിയ ഒറ്റയാനെ നാട്ടുകാർ ചേർന്നാണ് തുരത്തിയത്. കൊടകരയിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെ 2:45 അപകടം. തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി നിർത്താതെ പോയി. പരിക്കേറ്റവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച് ആൺകുട്ടി പുറത്തിറങ്ങി. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ എന്ന 11-കാരനാണ് ഭരതനാട്യ പഠനം പൂർത്തിയാക്കിയത്. നിലവിൽ ഈ കുടുംബം ഓസ്ട്രേലിയയിൽ സ്ഥിരം താമസക്കാരനാണ്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും മാതാവ് ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ 11 മാസത്തെ വയസ്സിൽ പഠിക്കാനെത്തി. 6 മാസത്തെ കോഴ്സിലാണ് ചേർന്നത്. ഡാനിയലെയും മാതാപിതാക്കളും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു. ഡാനിയൽ ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു. 6 മാസം കൊണ്ട് ഭരതനാട്യത്തിൻ്റെ ഒരുവിധം പഠനങ്ങളെല്ലാം പഠിച്ചു. മലയാളം അറിയില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു പഠിച്ചെടുക്കാൻ കഴിവുള്ള മിടുക്കനാണ്. ഭരതനാട്യത്തിൻ്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഡാനിയലും അവതരിപ്പിക്കും. ഇതോടെ കലാമണ്ഡലത്തിൻ്റെ ചരിത്ര മുഹൂർത്തത്തിന് ഒരു വരിയും കൂടി എഴുതി ചേർക്കാം. ഭരതനാട്യം പഠിച്ച് കലാമണ്ഡലത്തിൽ നിന്ന് ആൺകുട്ടി പുറത്തിറങ്ങിയെന്ന് ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ സർട്ടിഫിക്കറ്റ് നൽകി. കലാമണ്ഡലം നൃത്തവിഭാഗം അധ്യാപിക കലാമണ്ഡലം രേവതി,
മറ്റു അധ്യാപകരും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ഇപ്പോൾ വിദേശികളും അതുപോലെ സ്വദേശികളായിട്ടുള്ള കലയിൽ താല്പര്യമുള്ളവർക്കും ഇത്തരം ഷോർട്ട് ടൈം കോഴ്സുകൾ ലഭ്യമാണ്. ഇന്ന് ഡാനിയൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരതനാട്യ വിദ്യാർത്ഥി കലാമണ്ഡലത്തിൽ നിന്ന് 6 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ജന്മനാ തന്നെ അങ്ങേയറ്റം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭയാണ് ഡാനിയൽ ഇനിയും പുതിയ കോഴ്സുകളിലേക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാനിയലിന് എല്ലാവിധ ആശംസകളും കലാജീവിതത്തിലും നിത്യജീവിതത്തിലും ആശംസിക്കുന്നു. ചടങ്ങിൽ രാമകൃഷ്ണന്റെ രൂപം കൈകൊണ്ട് വരച്ച ചിത്രമാക്കിയ ഡാനിയൽ സമ്മാനമായി ആശാന് കൈമാറി. ഭരതനാട്യത്തിന് നാഷണൽ തലത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച അവാർഡ് രജിസ്ട്രാർ ഡാനിയലിന് കൈമാറി. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാനെത്തിയില്ല. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി 6 മാസത്തെ കോഴ്സിന് കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തിയത്. ഇതിനിടയിൽ ഡാനിയലും രാമകൃഷ്ണനും ഭരതനാട്യം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും അവിടെ നിന്ന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഡാനിയൽ 6 മാസത്തെ കോഴ്സ് ഭരതനാട്യം ഷോർട്ട് ടൈം കോഴ്സ് വളരെ വൃത്തിയായും കൃത്യമായും പൂർത്തിയാക്കി ഉന്നത ഗ്രേഡോട് കൂടി തന്നെയാണ് ഡാനിയൽ പഠനം പൂർത്തിയാക്കി അതിൻ്റെ പെർത്തിലേക്ക് യാത്രയാവുകയാണ്, ഓസ്ട്രേലിയക്ക്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ കർമ്മമായിരുന്നു കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഡാനിയലിനെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി ഡാനിക്ക് ഇന്ന് ഇവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളന പ്രചരണത്തിൻ്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ അല്ലുമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സുവർണ്ണ ജൂബിലിയുടെയും ഭാഗമായി ജില്ലാ മുഅല്ലിം റാലിയും പൊതുസമ്മേളനവും നവംബർ 23 ഞായറാഴ്ച 4:30 ചെർപ്പുളശ്ശേരി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന 11,080 മദ്രസകളിൽ സേവനം ചെയ്യുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ. ഇതിന്റെ ജില്ലാ ഘടകമായ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി 4/1/76 നിലവിൽ വന്നത്. 56 റേഞ്ചുകളിലായി 92 മദ്രസകളിൽ 1,92,023 വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം നൽകിവരുന്ന അധ്യാപകരായ 3,348 അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുണ്ട്. പ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിടുന്ന ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കഴിഞ്ഞ മെയ് മാസം മുതൽ 2026 ഏപ്രിൽ മാസം വരെ നീണ്ടുനിൽക്കുന്ന 50 ഇന പരിപാടികളുടെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ്. ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെയും മാതൃസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെയും ഭാഗമായി 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ ദിവസങ്ങളിൽ കാസർഗോഡ് കുണിയനിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മഹാസമ്മേളന പ്രചരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് നവംബർ 23 ഞായറാഴ്ച ചെർപ്പുളശ്ശേരിയിൽ ജില്ലാ മുഅല്ലിമീൻ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ചെർപ്പുളശ്ശേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പൊതുസമ്മേളനം നടക്കുന്ന CKM സാദിലു മുസ്ലിയാർ നഗറിൽ സ്വാഗത സംഘം ജില്ലാ ട്രഷറർ M വീരാൻ ഹാജി പൊട്ടച്ചിറ പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2:30 കച്ചേരിക്കുന്ന് അറബി തങ്ങൾ മഖാമിൽ സിയാറത്ത് നടക്കും. വൈകുന്നേരം 4:30 ഒറ്റപ്പാലം റോഡിൽ മയ്യത്തുങ്കര CM ഓഡിറ്റോറിയം പരിസരത്തു നിന്നും റാലി ആരംഭിക്കും. ഒറ്റപ്പാലം, വല്ലപ്പുഴ, കൊപ്പം, പട്ടാമ്പി, കൂറ്റനാട്, മണ്ണാർക്കാട്, കരിമ്പ, പാലക്കാട് എന്ന് 8 മേഖലയിലായി 56 റേഞ്ചുകളിലെ ബാനറുകൾക്ക് പിന്നിൽ 3000-ൽ പരം മുഅല്ലിങ്ങൾ റാലിയിൽ അണിനിരക്കും. സമസ്ത കേന്ദ്ര മുശാവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ റാലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. റാലിക്ക് ശേഷം 5:30 സമ്മേളന ഗ്രൗണ്ടിൽ ആത്മീയ മജ്ലിസ് നടക്കും. സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട്, സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ, സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട്, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ, KC അബൂബക്കർ ദാരിമി കച്ചേരിപ്പറമ്പ്, മുഹമ്മദ് കുട്ടി ഫൈസി കുമരമ്പത്തൂർ, C മുഹമ്മദ് ഫൈസി പൊട്ടച്ചിറ, KT സൈദലവി ദാരിമി വാണിയംകുളം, MP അബ്ദുൽ ഖാദർ ദാരിമി വീരമംഗലം എന്നിവർ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. മുഅല്ലിം റാലി നമ്മുടെ ജില്ലയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരമുള്ള
921 മദ്രസകളിൽ 1,09,223 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അതിൽ 3,348 അധ്യാപകരാണ് സേവനം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. 3000-ലധികം വരുന്ന ഈ അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് 2025 നവംബർ 23-ാം തീയതി ഞായറാഴ്ച 4:30 മണിക്ക് ചെർപ്പശ്ശേരി ടൗണിൽ ഒരു മുഅല്ലിം റാലിയും അതിനോടനുബന്ധിച്ച് ഒരു പൊതു സമ്മേളനവും നടത്തപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുകയാണെന്ന ആരോപണം. തിരുവാഴിയോട് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 58 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കിട്ടണമെന്ന് കടമ്പഴിപ്പുറം സ്വദേശി കുട്ടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ തരാമെന്ന ഉറപ്പിലാണ് തന്റെയും ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും പേരിൽ 2000 കാലഘട്ടത്തിൽ 80 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായ തന്റെ സർവീസ് കാലയളവിൽ സ്വരൂപിച്ചതും വിരമിച്ചപ്പോൾ ലഭിച്ചതുമായ തുകയാണ് തിരുവാഴിയോട് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. ഡെപ്പോസിറ്റ് തുക നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സംഘം പ്രസിഡന്റുമാരായ കമറുദ്ദീൻ, ഹനീഫ, ഹോണറ്റി സെക്രട്ടറി കുമാരൻ എന്നിവരെ പ്രതികളാക്കി ശ്രീകൃഷ്ണപുരം പോലീസിലും സഹകരണ സംഘം മേധാവികൾക്കും പരാതി നൽകിയിരുന്നു. പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ താനും ഹൈക്കോടതിയിൽ കേസ് നൽകി. കോടതി ഇടപെടലിനെ തുടർന്ന് 12 ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി. മുൻ പ്രസിഡന്റ് ഹനീഫ 17,07,292 രൂപയും കുമാരൻ 13,63,437 രൂപയും തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടെങ്കിലും തുക തിരിച്ചടയ്ക്കാതെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. പണനിക്ഷേപത്തിൻ്റെയും ധനകാര്യ ഇടപാടിൻ്റെയും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഒറ്റപ്പാലം AR ഓഫീസിനോട് ഹിയറിംഗ് നടത്താൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത്. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടക്കാതെ AR ഓഫീസ് കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സൊസൈറ്റി കോൺഗ്രസ് ഭരണസമിതിയുടെ പണാപഹരണത്തിനെതിരെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കുട്ടൻ പറഞ്ഞു. ഇതെല്ലാം വിവരങ്ങൾ പറയില്ലല്ലോ, ഒന്നും കൊണ്ടുവരില്ല. പിന്നെ പല വിധത്തിലുള്ള അന്വേഷണം ഒരു സഹകരണ വകുപ്പില്, ഞാൻ മനസ്സിലാവും സാധാരണക്കാരെന്നല്ല വകുപ്പിൽ ഇങ്ങനെ കൃത്രിമം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അതിൽ വിജിലൻസ് എൻക്വയറി ഉണ്ട്, റൂൾ 65 എൻക്വയറി ഉണ്ട്, 68 എൻക്വയറി ഉണ്ട്. നമ്പറൊന്നും കൃത്യമായിട്ടില്ലെങ്കിലും അതൊക്കെ നടത്തുന്നത് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണല്ലോ. അത് നടത്തിയിട്ട് ആരൊക്കെ കുറ്റക്കാരെന്ന് കണ്ടിട്ട് അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കണ്ടേ? ഒരു സാധാരണക്കാരൻ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് അയാൾക്ക് തിരികെ കൊടുക്കാൻ കുട്ടൻ പൈസ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. കുട്ടൻ പൈസ ഇട്ടതിന്റെ മുഴുവൻ രേഖകൾ എൻ്റെ അടുത്തുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റുകൾ. എൻ്റെ കഷ്ടകാലത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുപോയിട്ടു. ഈ എന്തിനവിടെ കൊണ്ടുപോയിട്ടുവെന്ന് ഇവര് എൻ്റെ വീട്ടിൽ വന്ന് സ്വാധീനിച്ചിട്ടാണ്. കുട്ടൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ, പൈസ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് വരും. അതിൽ വീണ് പോയിട്ടാണ് ഇവരെല്ലാവരും വീട്ടിൽ വന്നിട്ട് ക്യാൻവാസ് ചെയ്ത് എപ്പോൾ ആവശ്യപ്പെട്ടാലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വിശ്വാസഭഞ്ജനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാജയഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. NDA സ്ഥാനാർത്ഥികളെയും അണികളെയും സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. എലപ്പുള്ളിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം ആവർത്തിച്ചാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്നും പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ. കുതിരാൻ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഒറ്റയാൻ ഇറങ്ങിയത് രാമൻചിറ ഭാഗത്ത്. ആനയെ തുരത്തിയ നാട്ടുകാർ ചേർന്ന്. കേരള കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഒരു ആൺകുട്ടി ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. പിറവം സ്വദേശിയായ 11-കാരന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച ഡാനിയൽ എൽദോ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരാക്കിയ കുടുംബത്തിലെ അംഗം. നമസ്കാരം.